എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ, മാക്സിമം 12 മിനിറ്റ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ശ്രീനേട്ടനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ആരംഭിക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫിലിം പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു പൊതുമണ്ഡലത്തിലെ പേഴ്സണാലിറ്റി ശ്രീനേട്ടനായിരുന്നു. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും പൊതുമണ്ഡലത്തിലും എല്ലാം ഇപ്പോഴും ഈ മൊമെന്റിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ശ്രീനേട്ടനാണ്. അപ്പോൾ ഞാൻ ശ്രീനേട്ടനെ പല രീതിയിൽ ചെറുപ്പകാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വിശദമായിട്ട് പിന്നെ പറയാം. അപ്പം ഞാൻ ശ്രീനേട്ടനെ ഒരു ദിവസം എൻ്റെ ഭാര്യേൻ്റെ കൂടെ ശ്രീനേട്ടൻ്റെ വീട്ടിൽ വന്നു. ശ്രീനേട്ടനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീനേട്ടൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നാട് പോലെ തോന്നി ഈ സ്ഥലം, അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം, ഈ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. ഞാൻ വീണ്ടും ഇത് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ശ്രീനേട്ടൻ അങ്ങനെ. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്നതെല്ലാം ശ്രീനേട്ടൻ്റെ ഇതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ശ്രീനിവാസനായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെങ്ങനെ ഒരു മനുഷ്യന് പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥലത്തെ തൻ്റെ ഒരു പ്രസൻസ് കൊണ്ടും തൻ്റെ ഒരു താല്പര്യങ്ങളും സ്കിൽസും കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഉത്സവം എന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഈ കൊയ്ത്തുത്സവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിനി കാര്യത്തിലേക്ക് അടുത്ത ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കും. ഇതുവരെ ഇതെങ്ങനെ ഇത് കണ്ടുകൂടി ഫാമിലി അതിവിടെ വെച്ചാൽ ഇത്. അപ്പോൾ ശ്രീനേട്ടൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഹലോ, ഞാനും ഹോക്കി കളിക്കുമായിരുന്നു സ്കൂളിൽ. ശ്രീനേട്ടൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃഷി ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ ഫെസ്റ്റിവൽസ്, ഇതെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിലാണ് ആക്ച്വലി ശ്രീനേട്ടൻ വിളിച്ചത്. അപ്പം ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ പോണ 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് മനു, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കരീം, ശശികുമാർ സാറ്, ഇങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി സണ്ണീനോട് ഞാൻ സംസാരിച്ചു, സണ്ണി വരാമെന്ന് പറഞ്ഞതാണ്. ഇരുട്ടിന്ന് ഇവിടെ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് ബേസിൽ ജോസഫിനോട് ഈ കാര്യം ഞാനൊരു ഫിലിമിൻ്റെ സെറ്റിൽ കണ്ടപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇതിപ്പോൾ തൽക്കാലം പറയാൻ പോണ പദ്ധതി, അപ്പം ഞാൻ പറഞ്ഞത് ശ്രീനേട്ടൻ്റെ ഒരു ആശയത്തെ ഒരു പദ്ധതിയാക്കി ഇപ്പോഴാണത് നമ്മുടെ മുന്നിൽ തയ്യാറായത്. ഇതിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ എങ്ങനെ എൻകാഷ് ചെയ്യാം എന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ 10 മിനിറ്റ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണ്ടത്. കാരണം നമ്മൾ വർഷാവർഷങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ പുറത്ത് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പൊ ഒരു കർഷകനെ സംബന്ധിച്ച് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകും എന്നുള്ളതാണ്. നമ്മൾ ഫാഷന് വേണ്ടിയിട്ട് കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഈ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏത് മാർക്കറ്റിലാണ് കൊണ്ടുപോയി വിൽക്കാൻ പോകുന്നത്? നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇല്ല യഥാർത്ഥത്തിൽ. അപ്പം നമ്മളിപ്പോൾ ഇനിയുള്ള 8 മിനിറ്റ് ആ മാർക്കറ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമുക്ക് തരികയും ചെയ്യാം. ഇതൊരു 1 വർഷത്തെ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ രത്നച്ചുരുക്കം വേണമെങ്കിൽ പച്ച എന്ന പേരിൽ വിവിധ ഇതുപോലുള്ള കാർഷിക മേഖലകൾ പ്രവർത്തിപ്പിക്കുന്ന സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർഷകന്റെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കും. ഇതാണ് ആദ്യത്തെ ആവശ്യം. ഇത് നമ്മൾ എടുക്കുന്നു. ഇതിനൊരു വിൽപ്പന രംഗം ഉണ്ടല്ലോ, ഈ രംഗം നമ്മൾ കാണുന്നു. ഇത് കണ്ടിട്ടേ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു മാർക്കറ്റ് കണ്ടെത്തുന്നു. ആ മാർക്കറ്റാണ് എറണാകുളം. ഈ മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങൾ വയനാട്ടിൽ നിന്നും, കണ്ടനാട് നിന്നും, പിറവത്ത് നിന്നും, കോട്ടയത്തു നിന്നും, എവിടെ നിന്നും വരാം. ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ വരുന്ന ഏപ്രിലില് നമുക്കൊരു 500 വീടുകൾ എറണാകുളത്തും തൃപ്പൂണിത്തുറയായിട്ട് കണ്ടെത്താൻ പറ്റിയാൽ അവിടെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അത് വിറ്റഴിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം ചായ കുടിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ആൾ ഇഞ്ചി ജ്യൂസ് കഴിച്ചിട്ട് പറയാണ് ചായ കുടിക്കരുത്, ഇത് നിങ്ങളെ പെട്ടെന്ന് ആരോഗ്യം മോശമാക്കും.
അപ്പോൾ എന്നോട് ഈ ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു, ഇഞ്ചി ഫ്യൂരിഡാൻ അടിച്ചിട്ട് വീർത്ത ഇഞ്ചിയാണെങ്കിൽ രാവിലെ ജ്യൂസായിട്ട് കഴിക്കുന്നത് ചായനേക്കാൾ അപകടമാണ് അപ്പൊ ഇഞ്ചി ജ്യൂസ് കഴിക്കുന്നത്. അപ്പൊ ഇഞ്ചി ഒരിക്കലും വലിയ ഇഞ്ചി തടിച്ച ഇഞ്ചി മേടിക്കരുത്, അത് നോക്കി വേണം മേടിക്കാൻ. മറ്റേത് അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ ആരോഗ്യത്തിൽ താല്പര്യമുള്ള 500 ഫാമിലിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് കേരളത്തിന്റെ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പിടിക്കാൻ പറ്റും. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വേണ്ട, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഞങ്ങൾ കഴിച്ചോളാം എന്ന് തീരുമാനിച്ചാൽ ഇത് പിടിക്കാൻ പറ്റാനുള്ള സ്ഥലവും നമ്മൾ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അപ്പൊ ഇത് വയനാടും തൃപ്പൂണിത്തുറയും, അതായത് ഈ കണ്ടനാട് ഉൾപ്പെട്ടുള്ള സ്ഥലവും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ ഈ പദ്ധതി പെട്ടെന്ന് വായിച്ചു പോവാം, ഒരു 8-7 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വായിച്ചു പോവാം. ആ വിശദാംശങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എൻ്റെ ഒരു ടോപ്പിക്ക് മാത്രം വെറുതെ പറയാം. ഭൂമി പാട്ടത്തിനെടുക്കുക, പിന്നെ കർഷകരുടെ ഒരു സഹകരണം സംഘടിപ്പിക്കുക, നമ്മുടെ കൃഷി രീതികൾ, നാടൻ കൃഷി രീതികൾ മെച്ചപ്പെടുത്തുക, ഇതിന്റെ ശേഖരണവും ഇതിന്റെ സംസ്കരണവും രൂപപ്പെടുത്തുക, ഇതിന്റെ സംസ്കരണ സൗകര്യം ഉറപ്പുവരുത്തിയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും നമുക്ക് ഉണ്ടാവണം. ഇനി വരുന്നത് ഞാൻ വായിക്കാം, കാരണം സമയമില്ലാത്തതുകൊണ്ട് മറ്റതൊക്കെ വിട്ടുവന്നത്. ഇതിന്റെ മാർക്കറ്റിങ്ങും വിതരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇതിന്റെ റീറ്റെയിൽ മാർക്കറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പദ്ധതി വിജയിക്കണമെങ്കിൽ കേരളത്തിൽ 40 സ്ഥലത്ത് ഈ ഔട്ട്ലെറ്റ് ഇട്ടാൽ വർഗീസ് കുര്യന്റെ അമൂല എങ്ങനെ രാജ്യത്തിന് ഉപകാരപ്പെട്ടതോ അതേപോലെ നമ്മുടെ ഈ പ്രവർത്തനം, ഈ അധ്വാനം മുഴുവൻ നമ്മൾക്ക് അവിടെ ഇത് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ബത്തേരിയിലും കണ്ടനാടും ഒരു പരമ്പരാഗത മാർക്കറ്റിന്റെ മനോഹാരിത അനുകരിക്കുന്ന ഒരു സവിശേഷ റീറ്റെയിൽ സ്ഥലം രൂപകൽപ്പന ചെയ്ത് ആരംഭിക്കുക. ഏതാണ്ട് ഈ ഇത്രയുള്ള ഒരു സ്ഥലം മതിയാവുകയുള്ളൂ. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പച്ചക്കറി കട അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അവശ്യ വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പലചരക്ക് കടയും അവിടെ ഉണ്ടാവണം. കുടുംബങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിനോദ മേഖല, സമൂഹ ഇടപെടൽ വളർത്തുന്ന രീതിയിൽ അതും ഉണ്ടാവണം.